തോന്നിവാസത്തിൻ്റെ അവിടെ പെണ്ണും പെടക്കോഴിയും ഈ പറയുന്ന വ്യഭിചാരവും കള്ളുകുടിയുമാണ് കേരളത്തിലെ മുഴുവൻ ഫോറസ്റ്റ് ഐബികളിൽ നടക്കുന്നത്. നിങ്ങൾക്കാർക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റുമോ? ഈ കാട്ടിൻ്റെ ഉള്ളിലെ സുഖവാസ കേന്ദ്രങ്ങൾ. എന്നിട്ട് ഇന്ത്യയിലെ IFSകാർ വരിക, ഇവിടെയുള്ള IFSകാർ അവർക്ക് പെണ്ണ് കൂട്ടി കൊടുക്കാൻ കുറേ ഉദ്യോഗസ്ഥന്മാർ. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരസ്യ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് PV അൻവർ MLA. കഴിഞ്ഞ ദിവസം കൊരളായി ഉൾവനത്തിൽ ചേലനായികർ വിഭാഗത്തിൽപ്പെട്ട മണി എന്ന യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു MLAയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചത്. സമരക്കാർ ഓഫീസിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഇതേ തുടർന്നാണ് PV അൻവറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ പകവീട്ടാൻ നോക്കിയത്. എന്നാൽ 24 മണിക്കൂർ തികയും മുൻപ് തന്നെ മുഖ്യന്റെ മുഖത്തടിച്ചുകൊണ്ട് അൻവർ പുറത്തിറങ്ങി. ഇപ്പോഴിതാ താൻ പ്രതിഷേധിക്കാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് അൻവർ MLA. ഫോറസ്റ്റ് ഓഫീസിലെ അഴിമതിയുടെ കൂമ്പാരമാണ് എന്നും അൻവർ പറയുന്നു. ഏമാന്മാർക്ക് പെണ്ണു കൂട്ടിക്കൊടുക്കാൻ വരെ ആളുകളുണ്ട് എന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും തികഞ്ഞ അലംഭാവമാണ് ഈ വിഷയത്തിൽ ഉണ്ടാവുന്നത് എന്നും PV അൻവർ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. 7000 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിൽ ആകെ ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, 75 IFSകാരുണ്ട്, 5,10,000 പോലീസുകാർ ഇവിടെ ഉണ്ട്. അതിനാകെ ഉള്ളത് ഇവിടെ ഈ പറയുന്ന 700 ചില്ലാനം IFSകാരാണ്, 400 ചില്ലാനം IFSകാരാണ്. അപ്പോൾ ആ റേഷ്യോൻ്റെ വ്യത്യാസം നോക്കൂ നിങ്ങൾ. എന്തിനാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോരുന്നത്? തിരിച്ചയക്കണം അവരൊക്കെ കേന്ദ്രത്തിൻ്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക്. 400 ആൾക്ക് എന്നിട്ട് ഇവർ വാഹനം വാങ്ങിക്കൂട്ടുക. നിങ്ങൾ നിലമ്പൂർ വന്ന് നോക്കൂ. ഞാനിപ്പോൾ 4 മാസം മുമ്പ് ഈ ഇടതുപക്ഷത്തിൽ നിന്ന് അകൽച്ച ഉണ്ടാകുന്നതിന് മുമ്പ് മന്ത്രി വന്ന് കുറേ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. 13.5 കോടി രൂപയുടെ കെട്ടിടം, പുതിയ കെട്ടിടങ്ങൾ, പുതിയ വാഹനങ്ങൾ ഈ ഉദ്യോഗസ്ഥരുടെ തോന്നിവാസത്തിന് വാങ്ങിക്കൊടുക്കുമ്പോൾ 1 കിലോമീറ്റർ ഫെൻസിങ് ഇടാൻ 5 ലക്ഷം മതി. ഒരു പൈസ കൊടുത്തിട്ടില്ല ഇവർ. എന്നിട്ട് ഈ കേരളത്തിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ കാറുകൾ നിങ്ങളൊന്ന് പോയി നോക്കൂ. ഈ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുറ്റത്ത് കിടക്കുന്ന വാഹനങ്ങൾ എയർ കണ്ടീഷൻ ചെയ്ത വില പിടിപ്പില്ല 30-40 ലക്ഷം. എന്തിനാ ഇവർക്ക് ഈ വാഹനം? കാട്ടിൽ പോകാനാണോ കാറ്? കാട്ടിൽ പോകാൻ ജീപ്പാണ് വേണ്ടത്. അപ്പോൾ ജീപ്പിലൊന്നും അവർ യാത്രയില്ല. നിലമ്പൂർ നിൽക്കുന്ന DFO ഓഫീസിൻ്റെ മതിലൊന്ന് പോയി നോക്ക് നിങ്ങൾ. ഈ ആനശല്യം കൂടിയപ്പോൾ അവിടെയൊക്കെ മതിൽ കെട്ടി ഉയർത്തി. അവർ ഭയങ്കര പ്രൊട്ടക്ഷനിൽ. അവരെന്തിനാ ഈ നഗരത്തിൽ വന്ന് ജീവിക്കുന്നത്? ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവർ ജീവിക്കേണ്ടത് അവരുടെ ഓഫീസും വേണ്ട ഫോറസ്റ്റിൻ്റെ അകത്താണ്. അവിടെ ഉണ്ടാവേണ്ടത്. പൊതുജനങ്ങൾ താമസിക്കുന്നിടത്ത് വന്ന് അവിടെ 5 സ്റ്റാർ കെട്ടുക. ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളൊന്ന് പരിശോധിക്കണം. പത്രക്കാരാണല്ലോ നിങ്ങൾ, അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഇവരുടെ ഈ പറയുന്ന ഫോറസ്റ്റിൻ്റെ IBകളിൽ അവരുടെ ഗസ്റ്റ് ഹൗസുകൾ രാത്രി കാലങ്ങളിൽ തോന്നിവാസത്തിൻ്റെ കേന്ദ്ര അറിയാം നിങ്ങൾക്ക്? തോന്നിവാസത്തിൻ്റെ അവിടെ പെണ്ണും പെടക്കോഴിയും ഈ പറയുന്ന വ്യഭിചാരവും കള്ളുകുടിയുമാണ് കേരളത്തിലെ മുഴുവൻ ഫോറസ്റ്റ് IBകളിൽ നടക്കുന്നത്. നിങ്ങൾക്കാർക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റുമോ? ഈ കാട്ടിൻ്റെ ഉള്ളിലെ സുഖവാസ കേന്ദ്രങ്ങൾ. എന്നിട്ട് ഇന്ത്യയിലെ IFSകാർ വരിക, ഇവിടെയുള്ള IFSകാർ അവർക്ക് പെണ്ണ് കൂട്ടി കൊടുക്കാൻ കുറേ ഉദ്യോഗസ്ഥന്മാർ. ഇങ്ങനെ നിൽക്കുന്ന മലീമസമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി ഫോറസ്റ്റ് മാറി. എത്ര കോടി രൂപയാണ് ഫോറസ്റ്റിൻ്റെ അകത്ത് ചിലവാക്കുന്നത്? നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ 100 രൂപ ചിലവാക്കിയത്? പോയി നോക്കാൻ പറ്റുമോ? സോഷ്യൽ ഓഡിറ്റിങ്ങിന് പറ്റുമോ? കോടിക്കണക്കിന് വനം ഇവിടെ വെച്ച് പിടിപ്പിക്കുന്ന കണക്കാണ്. ഒരു മരം നിങ്ങളൊന്ന് കാണിച്ചെന്നേ. ഇവിടെ റോഡ് പണി നടക്കുമ്പോൾ മനുഷ്യർക്ക് പോയി നോക്കാം, പഞ്ചായത്ത് പ്രസിഡന്റിന് പോയി നോക്കാം, മന്ത്രിക്ക് നോക്കാം. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ വൻ കൊള്ള ആർക്കറിയാം? അവരവിടെ കിണർ കുത്തി, അവിടെ കനാല് കെട്ടി, അവിടെ കയ്യാല കെട്ടി 10 ലക്ഷം മരം വെച്ചു എന്ന് ഇവർ പറഞ്ഞ ആ കടലാസിൽ എഴുതിയിട്ട് ഇവർ കൊണ്ട് നടക്കുന്ന കുറച്ച് കോൺട്രാക്ടർമാരുണ്ട്. ഇങ്ങനെ കൊടും കൊള്ള നടക്കുക, എന്നിട്ട് മനുഷ്യനെ കൊല്ലുക. ഈ രീതിയിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ടുണ്ട്. 8 കൊല്ലമായി പിണറായി തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിണറായിക്ക് വല്ലതും അറിയോ ഈ ഫോറസ്റ്റിൽ എന്താ നടക്കുന്നതെന്നുള്ളത്? ഏതെങ്കിലും ഒരു കാലത്ത് CPM ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഒരു കാലത്തും ഏറ്റെടുത്തില്ല. ഈ 8 കൊല്ലം ഏറ്റെടുത്തിട്ടില്ല. അതിൻ്റെ മുമ്പത്തെ ഭരണം നിങ്ങൾ പരിശോധിക്കുക. അത് ഈ പറയുന്ന പോലെ ഈ എന്താ പറയുക, ആണും പെണ്ണും അല്ലാത്ത ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ചിട്ട് ഒരു ഘടകകക്ഷിന്ന് മന്ത്രിയാക്കും. എന്നിട്ട് ഈ ഫോറസ്റ്റുകാരുടെ തോന്നിവാസത്തിന് ജനങ്ങളെ കൊല്ലാൻ ആനങ്ങനെ ചവിട്ടി ഇറക്കുക. ഇന്ന് കണ്ണൂർ ഇറങ്ങിയ പുലി ഇറങ്ങിയപ്പോൾ പറഞ്ഞാൽ പൂച്ചയാണ്, കാട്ടുപൂച്ച. അങ്ങനെ സാധനം ഉണ്ടോ കാട്ടുപൂച്ച? അപ്പോൾ എങ്ങനെ ഈ ഒരു രീതിയിലായൊരു ഡിപ്പാർട്ട്മെൻറ്റ്? പ്രതിപക്ഷം ഇനി ഒന്നും നോക്കണ്ട. ഈ ഒരു വർഷം എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാരോടും ഇവിടുത്തെ പൊതുപ്രവർത്തനം UDF പ്രവർത്തകരോടൊക്കെ പറയാനുള്ളതാണ്. ഈ 63 മണ്ഡലം നിങ്ങളൊന്ന് കേന്ദ്രീകരിക്കുക. ഇപ്പോൾ ആകെ അവിടുന്ന് ഇപ്പോൾ UDFിൻ്റെ കയ്യിലുള്ളത് 15 മണ്ഡലമാണ്.
ബാക്കി മുഴുവൻ ഇവർ ഈ പറഞ്ഞതുപോലെ വെച്ച് എന്താ പറയുക പെട്ടിയിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. ആ പൂട്ട് പൊളിക്കണം. കർഷക മേഖലയിൽ നിന്ന് ഈ പറയുന്ന വനമേഖലയിൽ നിന്ന് ഒരു വോട്ട് CPM നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിന് കൊടുക്കാത്ത രാഷ്ട്രീയ സാഹചര്യം ഇന്നിവിടെ ഉണ്ട്. അത് ജനം ഏറ്റെടുക്കണം, UDF ഏറ്റെടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ള ആവശ്യം.